സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇസബല്ലയാണെങ്കിൽ ദേവികയെ വെല്ലുവിളിക്കുന്നുണ്ട്. നന്ദനായിട്ടുള്ള സൗഹൃദം ഒരിക്കലും ഒരു MLA വിചാരിച്ചാലും തകർത്ത് കളയാൻ കഴിയില്ല എന്നും ഇവിടെയുള്ള എല്ലാവരെയും താൻ കയ്യിലെടുക്കുമെന്നും. ഇത് കേട്ട് ദേവികയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുകയാണ്. അതുപോലെ തന്നെയാണ് ഇസബല്ല ചെയ്യുന്നത്. സിദ്ധാർത്ഥനെയൊക്കെ തന്നെ നൊടിയിടയിലാണ് ഇസബല്ല കയ്യിലെടുക്കുന്നത്. എന്തായാലും ക്ഷണിക്കാതെ തന്നെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് കയറി വരാവുന്ന ഒരു അതിഥിയായിട്ട് ഇസബല്ല മാറിയിരിക്കുന്നു. അങ്ങനെ ദേവികയിൽ നന്ദന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നന്ദു, എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ദേവി, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ്. ഇസബല്ല പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് സംഭവിച്ചത്. എനിക്ക് ഇസബല്ല പറഞ്ഞതല്ല കേൾക്കേണ്ടത്, എനിക്ക് എന്റെ ഭർത്താവ് നന്ദൻ പറഞ്ഞതാ കേൾക്കേണ്ടത് എന്ന് പറയുമ്പോ, ദേ നോക്ക്, നീ ഒരുമാതിരി കുറ്റവാളികളെ ചോദ്യം ചെയ്തതുപോലെ ചോദ്യം ചെയ്യാതെ എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. ദേ, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നീയും ഇസബലയും മാത്രമായിരുന്നു ഹോട്ടൽ റൂമിൽ തനിച്ച്. ചന്ദ്രമതി ആന്റി എന്നോട് വന്ന് പറഞ്ഞു. ഓ, ആന്റി നിന്നെ വന്ന് അറിയിച്ചോ? അവിടെ കെവിൻ ഉണ്ടായിരുന്നു, പിന്നെ മറ്റു ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അല്ലാതെ ഞങ്ങൾ തനിച്ച് എന്ത് ചെയ്യാൻ അവിടെ? നീ എന്നെ സംശയിക്കാൻ തുടങ്ങിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവികയോട് നന്ദൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും നന്ദനാണെങ്കിൽ ദേവികയിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. എന്നാലും അവനാണെങ്കിൽ മനസ്സിനകത്ത് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് ദേവികയോട് കള്ളം പറയുന്നതിൽ. പിന്നീട് കെവിനുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ് ഇസബല്ല. താൻ അവിടെ പോയിരുന്നു, പിന്നെ നന്ദന്റെ അച്ഛൻ തല്ലാൻ പോയി, അതൊക്കെ തടഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ദേവിക എന്ത് പറഞ്ഞെന്ന് കെവിൻ ചോദിക്കുമ്പോൾ അവൾ എന്ത് പറയാൻ, അവളുടെ സ്ഥാനത്ത് എനിക്ക് എത്രയും പെട്ടെന്ന് കയറിയിരിക്കണം. അതിനുവേണ്ട ആദ്യത്തെ വെല്ലുവിളി ഞാൻ വിളിച്ചു കഴിഞ്ഞു. പിന്നെ അവളുടെ MLA ജീവിതം അതും തകർക്കണം. പിന്നെ നന്ദന്റെ ഭാര്യാസ്ഥാനം അത് എനിക്കായിരിക്കും കെവിൻ. പണ്ട് മുതലേ ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥാനമായിരുന്നു അത്. പക്ഷെ എന്നിൽ നിന്നും അവൾ അത് തട്ടിയെടുത്തു. ഇനി അത് ഞാൻ സമ്മതിക്കില്ല. ഇനി ഞാനായിരിക്കും നന്ദന്റെ ഭാര്യ. ഇനി ദേവിക സന്തോഷം എന്താണെന്ന് അറിയരുത്. അവൾ തകർന്നു പോണം. ഇതൊക്കെ കേട്ട് കെവിനാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. ഇസബല്ല, ഇത് കൈവിട്ട കളിയാകുമോ? എന്ത് കൈവിട്ട കളി? ഇത് തികച്ചും പേഴ്സണൽ ആണ്, എന്റേത് മാത്രമായിട്ടുള്ള കാര്യം. അതിലൊന്നും ആരും ഇടപെടണ്ട. നിങ്ങളാരും പേടിക്കും വേണ്ട. നന്ദൻ, അവനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. മറ്റാരെയും മനസ്സിൽ പോലും ചിന്തിക്കാതെ ഞാൻ കഴിഞ്ഞിരിക്കുന്നതും അവന് വേണ്ടി മാത്രമാണെന്നൊക്കെ ഇസബല്ല പറയുന്നു. എന്തായാലും ഈ സമയം ഇസബല്ല മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കൂടി കെവിനോട് പറയുന്നുണ്ട്. നീ എന്താ കരുതിയത്? ഇന്ന് സംഭവിച്ചതൊക്കെ തന്നെയും ഒരു യാദൃശ്ചികമായി സംഭവിച്ചതെന്നാണോ? അല്ല, ഒരിക്കലും അല്ല. ഇന്ന് ആ സദാചാര ഗുണ്ടകളുടെ വേഷത്തിൽ വന്നത് അത് എന്റെ ആളുകളായിരുന്നു. ഞാൻ ഏർപ്പാടാക്കിയ എന്റെ ആളുകൾ. ഇത് കേട്ട് കെവിനാണെങ്കിൽ ആകെ ഷോക്കാവണം. ഇസബല്ല, നീ എന്തീ പറയുന്നത്? അതേടാ, നന്ദനെ സ്വന്തമാക്കുന്നതിന്റെ ആദ്യത്തെ ചവിട്ടുപടിയായിട്ട് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഏർപ്പാടാക്കിയ എന്റെ ആളുകൾ തന്നെയാണ് ഇന്ന് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാട്ടിക്കാൻ തന്നെയായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതൊക്കെ ദേവികയിൽ നിന്നും നന്ദനെ അകറ്റാനുള്ള ഒരു തുറുപ്പ് ചീട്ടാണ്. ദേവിക നന്ദനെ വെറുക്കണം, അതുവഴി അവർ തമ്മിൽ പിരിയണം, വഴക്കുണ്ടാവണം. എന്തായാലും ഇതൊക്കെ കേട്ട് കെവിനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് ദേവികയാവട്ടെ ഇന്ന് നടന്ന ആ സംഭവം വീഡിയോ വീണ്ടും വീണ്ടും എടുത്തു നോക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അതൊന്നും തന്നെ സഹിക്കാൻ പോലും കഴിയുന്നില്ല. പിന്നീട് രാവിലെ ആകുമ്പോൾ നന്ദനാണെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് വരികയാണ്. ദേവി ചോദിക്കുന്നുണ്ട്, നന്ദു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ ദേവി? നീയും അമ്മയും എന്തൊക്കെയോ സത്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട്. സത്യത്തിൽ നീ ഇപ്പോ ആ ഇസബല്ലയുടെ കെണിയിൽ പെട്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ നിനക്ക് ഏത് സമയം നോക്കിയാലും ഇതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ എന്ന് നന്ദൻ ദേവികയോട് ചോദിക്കുന്നു. അല്ലാതെ പിന്നെ ഞാൻ എന്തിനെ കുറിച്ച് സംസാരിക്കേണ്ടത്? അവളെ നിന്നോട് അധികമായിട്ട് കാണിക്കുന്ന അധികാരം ഉണ്ടല്ലോ, അത് ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കാണാൻ പറ്റുന്നില്ല, കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നീ എന്നെ സംശയത്തിന്റെ കടലിൽ നോക്കുന്നത് കൊണ്ട് മാത്രമാണ് ദേവി അങ്ങനെയൊക്കെ തോന്നുന്നത്. എന്ത് സംശയം? അവള് ഒരു സുഹൃത്ത് എന്ന പേരിൽ നിന്നെ തൊടുന്നതും പിടിക്കുന്നതും തന്നെ എനിക്കിഷ്ടമല്ല. നീ എന്റെ ഭർത്താവാണ് നന്ദു എന്നൊക്കെ പറഞ്ഞ് ദേവിക വീണ്ടും വഴക്കുണ്ടാക്കുന്നു. അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ തുറന്നു പറയുന്നു. ദേ, നിന്നെ ശരിക്കും ഒരു ഡോക്ടറെ കാണിക്കണം. നിനക്ക് എന്നെ സംശയമാണെന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെയല്ല സംശയം, ആ ഇസബല്ലയാണ്. എന്നെയല്ല ശരിക്കും ഡോക്ടറെ കാണിക്കേണ്ടത്, നന്ദുവിനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവി വീണ്ടും നന്ദനുമായിട്ട് വാക്കുതർക്കത്തിലാവുകയാണ്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്.